ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഓപ്റ്റിമൽ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് കൂടുതലുള്ള ടെമ്പറേച്ചറിൽ കൂടെ നമ്മളാണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നാണ്. സൺസ്ട്രോക്കിന്റെ കാട്ടിലും ബെറ്റർ ടേം ആണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് ആണ്. ചിലപ്പം ഫർണസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്നുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, സോഡിയം നമ്മുടെ സ്വെറ്റിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യത. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹൈ ഇന്റൻസിറ്റി ഏരിയയിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ, 5-10 മിനിറ്റ് പോലും വേണ്ട, നമ്മളാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് സൺലൈറ്റിലോ ഹീറ്റ് ഫർണസിന്റെ അടുത്ത് വല്ല പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മറ്റേ സമ്മർ സീസൺ ആണ് നമ്മുടെ കേരളത്തിൽ വരുന്നത്. അപ്പൊ കഴിവതും നമ്മളൊരു കുട എടുക്കുക, പിന്നെ അത്യാവശ്യം മറ്റേ മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പിയോ അല്ലെങ്കിൽ മിനറൽ വാട്ടർ റീഫിൽ ചെയ്തിട്ടുള്ള ബോട്ടിലോ ആയിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. കഴിവതും ഒരു 11 മണി മുതൽ 3:30 വരെ ഇറങ്ങാതിരിക്കുക. ഒത്തിരിയും ചൂടുള്ള കെട്ടിടത്തിൽ നമ്മളാണെങ്കിൽ നിൽക്കാതിരിക്കുക, വർക്ക് ചെയ്യാതിരിക്കുക. മറ്റേ നമ്മുടെ എൻവയറമെന്റ് നല്ല സേഫ് ആയി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അതിനനുസരിച്ച് കൂളായി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് തോന്നും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ മെട്രിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകാരൊക്കെ റിപ്പോർട്ട് കാണുന്നത് ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് 40 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓൺലി 28 ഡിഗ്രീസ്, പക്ഷെ ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് 40 ഡിഗ്രീസ്. അതായത് ഹ്യൂമിഡിറ്റിയും ഇതൊക്കെ ശരിക്കും ഇത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം, ഹീറ്റ് സ്ട്രോക്കിന്റെ പ്രോബ്ലം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന്, നമ്മള് പെട്ടെന്ന് ഒരു തണുത്ത സ്ഥലത്തു നിന്ന് പെട്ടെന്ന് ഒരു ചൂട് സ്ഥലത്തോട്ട് മാറുമ്പോഴാണ്, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻ വരുമ്പോഴാണ് മറ്റേ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അതായത് നമ്മൾ പതുക്കെ ഒരു 5 മിനിറ്റ് മറ്റേ എന്താന്ന് പറഞ്ഞാൽ ഒരു 28 ഡിഗ്രീസിൽ നിന്ന് ഒരു 30 ഡിഗ്രീസിന്റെ നമ്മുടെ ബോഡി എക്സ്പോസ് ചെയ്തിട്ട് പിന്നെയും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു 45 ഡിഗ്രീസുമായിട്ട് 40 ഡിഗ്രീസ് വരെയൊക്കെ ഇതാകുമ്പോൾ മാത്രം പതുക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് ട്യൂൺഡ് അപ്പ് ആവും. ഈ ട്യൂണിങ് അപ്പ് ശരിയാകാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഈ സൺസ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരു AC റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ ഓടിച്ചാടി നേരെ ഗ്രൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സൺസ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തണുത്ത മുറിയിൽ നിന്ന് പെട്ടെന്ന് ഒരാളുടെ ഫീൽഡിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് സൺസ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് മറ്റേ ഒരു രാവിലെ ഇച്ചിരി നേരം പുറത്തിരുന്നു, പിന്നീട് പതുക്കെ അവരെ ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കാണെങ്കിൽ ഒന്നും സൺസ്ട്രോക്ക് ഉണ്ടായിട്ടില്ലല്ലോ നമ്മൾ ചിന്തിക്കും. പക്ഷെ വേറൊരു കാര്യമുള്ളത് മറ്റേ സ്കിന്നിന്റെ ഇതാണ്. റെഡ് ആയിട്ട് ചിലരുടെ സ്കിന്നൊക്കെ നല്ല ചുമന്നിരിക്കുന്ന സ്കിന്ന് മറ്റേ സണ്ണിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ആദ്യം റെഡ്നെസ് വരും, പിന്നീട് അത് കഴിഞ്ഞിട്ട് അവർക്ക് അതായത് പ്രിക്കിലി അപ്പിയറൻസ് വരും, പിന്നീട് അവർക്കാണെങ്കിൽ ഭയങ്കര അത് കഴിഞ്ഞിട്ട് ചൊറിച്ചില്ല, പിന്നെ അതിന്റെ അർത്ഥം ആ സ്കിന്ന് തന്നെ ഫുള്ളി ഡാമേജ്ഡ് ആയി. പിന്നെ അവർക്കാണെങ്കിൽ റിക്കവർ ചെയ്യണമെന്ന് മറ്റേ ദേഹം പുള്ളിയെ പോലെയുള്ള രീതിയിൽ ഉള്ളവരുടെ കാര്യം പറയുന്ന പോലെ രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം. മറ്റേ എന്താ പറയാ, മറ്റേ മോയ്സ്ചറൈസേഴ്സും അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇവരുടെ കാര്യങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട്. ആദ്യം മോയ്സ്ചറൈസർ കൊടുക്കണം, പിന്നീട് സൺസ്ട്രോക്ക് മറ്റേ സൺസ്ക്രീൻ ലോഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അത് PFന്റെ ഇത് അനുസരിച്ചൊക്കെയാണ് അതിന്റെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത് പെട്ടെന്ന് ഇവരാണെങ്കിൽ പെട്ടെന്ന് ബോധക്കേടുമാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ മറ്റേ പെട്ടെന്നൊരു ബോധക്കേട് ഉണ്ടായിട്ട് അവരങ്ങ് തല കറങ്ങി വീഴുകയും അങ്ങനെ ആൾക്കാർ അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് പൊതുവെ കാണുന്ന സിംറ്റംസ് രീതി. അവരൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിലോട്ട് മാറ്റുമ്പോൾ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്പോണ്ടേനിയസ്ലി അവര് തന്നെത്താനെ അത് റിക്കവർ ചെയ്ത് വരും. ആദ്യം നമ്മൾ അവർക്കാണെങ്കിൽ വെള്ളം കൊടുക്കുക, ശുദ്ധവെള്ളം കൊടുക്കുകയാണ് വേണ്ടിയത്. പിന്നീട് അവരുടെ ദേഹത്ത് നമ്മളാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഇത് ചെയ്യുക. കാരണം ബേൺസോ വല്ലതും ഉണ്ടായി നമ്മൾ ബേൺ ട്രീറ്റ് ചെയ്യുന്ന പോലുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാറുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പിന്നെ IV ഫ്ലൂയിഡ് ഇടാൻ പറ്റുമെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതിൽ ഒരു IV ഫ്ലൂയിഡ് ഇടുക, ഇലക്ട്രോലൈറ്റ്
എത്ര ഇംബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഷുഗർ എത്രയുണ്ടെന്ന് നോക്കുക. കാരണം ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ കുറയുന്ന അവസ്ഥ വന്നാലും നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണോ അതോ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ആണോ എന്നുള്ളത്. ചെയ്യേണ്ടത് മെയിനായിട്ട് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് സണ്ണിൽ എക്സ്പോസ് ചെയ്യാതിരിക്കുക, അതാണ് പ്രധാനം. രണ്ടാമത് നമ്മളെ കുറച്ചുകൂടെ എയറി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക, അതായത് കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സസ് ഉപയോഗിക്കുക, കാലാവസ്ഥയ്ക്ക് യോജ്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സുകൾ ഉപയോഗിക്കുക. രണ്ടാമത് പുറത്തു പോകുമ്പോഴത്തേക്ക് നമ്മൾ കൊട അല്ലെങ്കിൽ ക്യാപ്പോ ഹാറ്റോ അതുപോലെയുള്ളത് ഉപയോഗിക്കുക. പിന്നീട് സൺസ്ക്രീൻ ലോഷൻസ് പുറത്ത് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. പിന്നെ നല്ലോണം റീഹൈഡ്രേറ്റ് ചെയ്യാന്നാണ് ചെയ്യേണ്ടത്. നല്ലോണം നമ്മളെ ORS പോലത്തെ അല്ലെങ്കിൽ ഫ്രൂട്ട് ടീ ജ്യൂസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ, ഫ്രൂട്ടി അല്ല ഫ്രൂട്ട് ജ്യൂസസ് ഉപയോഗിക്കുക ചെയ്യേണ്ടത്. അപ്പൊ സോഡിയം പൊട്ടാസ്യം ഒക്കെ നമുക്ക് കിട്ടും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രിവെന്റബിൾ ആയിട്ടുള്ള കാര്യം വെച്ചാൽ കഴിവതും സണ്ണിൽ ഇറങ്ങാതിരിക്കുക, പെട്ടെന്ന് ടെമ്പറേച്ചറിലോട്ട് ഇറങ്ങി പോവാതിരിക്കുക. മുമ്പ് പറഞ്ഞ പോലെ ഒരു AC റൂമിൽ നിന്ന് പെട്ടെന്ന് ഗ്രൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ, നട്ടുച്ചയ്ക്കുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ, പിന്നെ സമ്മറിൽ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് പറയുന്ന പോലെ 11 മണി മുതൽ 3:30 വരെ ഇറങ്ങാതിരിക്കുക. അന്നേരം വീട്ടിൽ റെസ്റ്റ് എടുക്കുക. പക്ഷെ വർക്ക് തീർക്കണമല്ലോ, അപ്പൊ അത് വൈകുന്നേരത്തേക്ക് ഇച്ചിരി 2 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെയൊക്കെ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ ഒഴിവാക്കി കിട്ടാം. ഇപ്പൊ തന്നെ അങ്ങനെ കുറെ ഗൈഡ് ലൈൻസ് ചെയ്തതുകൊണ്ട് ഇപ്പൊ നമ്പർ ഓഫ് പേഷ്യൻസ് ഹീറ്റ് സ്ട്രോക്ക് ആയിട്ട് വരുന്നത് വളരെ കുറവാണ്. പിന്നെ ഡെസ്റ്റിറ്റ്യൂട്ട്സും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവരൊക്കെ നമ്മളല്ലെങ്കിൽ മുമ്പേ തന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കാം.